പെൺകരുത്തിന്റെ അനുഗ്രഹീത വേദി ഇത് റെഡ് കാർപ്പറ്റ്. So let's begin the show. This is Red Carpet. റെഡ് കാർപ്പറ്റിൽ ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് വരാൻ പോകുന്നത് ദമ്പതികളാണ് ഇവർ. ഒരാള് ഒരുപാട് സിനിമകളിലൂടെ നമ്മുടെ മുന്നിൽ പല കഥാപാത്രങ്ങളിലൂടെ വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു സംവിധായകനും കൂടിയാണ്. ഒരാള് ഗായികയാണ്. അപ്പോൾ ഈ ദമ്പതികളെ നമ്മൾ വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ ലെറ്റ്സ് വെൽക്കം ശ്രീകാന്ത്, മുരളി ആൻഡ് സംഗീത. സൂര്യൻ കണ്ണുകൾ തലോടിവല്ലേ. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഏറ്റവും പുതിയ വിശേഷം ഹോമാണ്. അതിനുശേഷമുള്ള പല വിശേഷങ്ങളും നമുക്ക് പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്യണം. ചേച്ചി എല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു, മോനൊക്കെ സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇരുന്ന് സംസാരിക്കാം അല്ലേ? യെസ്. അപ്പോൾ ശ്രീകാന്ത് ഏട്ടാ, ചേച്ചി നമുക്ക് ആദ്യം തന്നെ ഹോമിന്റെ വിജയത്തിനെ കുറിച്ചിട്ട് ശ്രീകാന്ത് ഏട്ടനോട് ചോദിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഹോം എന്ന സിനിമ പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഇടയിൽ വന്നതാണ്. വലിയ ആർഭാടം, ഞങ്ങൾ വരുന്നു, ഹോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വന്നതിന് ശേഷം അത് ഭയങ്കര വലിയൊരു വിജയമായിട്ട് ഇങ്ങനെ ഇപ്പോഴും ആൾക്കാർ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ അതിൽ അഭിനയിച്ച നടൻ എന്ന നിലയിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ശ്വാസിക പറഞ്ഞതുപോലെയാണ്, വലിയ സന്തോഷം. ഒത്തിരി കാരണങ്ങളുണ്ട് അതിന്. ഒന്ന്, ഈ നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷനിൽ എങ്ങനെ സിനിമ മുമ്പോട്ട് പോകും എന്ന ടെൻഷൻ നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം ഷൂട്ടിങ്ങിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, 20 പേരിൽ കൂടുതൽ പാടില്ല എന്നാണ് നമ്മുടെ പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ നിന്നുകൊണ്ട് ഒരു പ്രത്യേക സംവിധാനത്തിൽ ചെയ്തു നോക്കിയ സിനിമയാണ്. അപ്പം ഫ്രൈഡേ ഫിലിംസ് വിജയ് ബാബുവിനും അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളുണ്ട് ഷിബു സുശീലിനൊക്കെ. അപ്പോൾ അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഈവൻ രാവിലെ വരുമ്പോൾ സാനിറ്റൈസർ, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ നോക്കി, ഫുൾ ടൈം മാസ്ക്, ഷോട്ടിൻ്റെ സമയത്ത് മാസ്ക് മാറ്റുക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് കൂടി ആ സിനിമ കണ്ട് ആസ്വദിക്കുന്നവരോട് ഒന്ന് ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ അത്രയും നല്ല ആദ്യം നടന്ന സിനിമയാണ്. ശരിക്കും കോവിഡ് റിലാക്സേഷൻ തുടങ്ങിയ സമയത്ത്, ഫസ്റ്റ് ഫേസിൻ്റെ സമയത്ത് തുടങ്ങിയ സിനിമയാണ്. അപ്പോൾ ഒത്തിരി ചലഞ്ചസിൻ്റെ നടക്കുന്നുണ്ട് ആ സിനിമ ചെയ്തത്. അതിൻ്റെ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതൊക്കെ ഒരു വീടിൻ്റെ അകത്താണ്, ഹോം എന്ന പേര്. അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് സന്തോഷമായിട്ട് പറയുന്നവരിൽ വലിയൊരു ശതമാനം ആൾക്കാരും അത് എത്രമാത്രം റിസ്ക് എടുത്താൽ ചെയ്തതിനെ കുറിച്ച്, അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന്. പിന്നെ നമുക്കറിയാം OTT പ്ലാറ്റ്ഫോമൊക്കെ ഫോളോ ചെയ്യുന്ന ആരാണല്ലോ നമ്മൾ. പൊതുവെ എല്ലാവരും ഗാഡ്ജറ്റ്സ് ആയിട്ട് പരിചയമായി. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ, ഒരു ജനർ ഓഫ് സിനിമകളാണ് വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറിയത് ടോട്ടലി ഹോം, കംപ്ലീറ്റ് ഒരു ഫാമിലി ആയിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കുടുംബങ്ങളുടെയും അതിൻ്റെ ബന്ധങ്ങളുടെയും പിന്നെ റെലവൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസിൻ്റെയൊക്കെ ഡിസ്കഷൻ നടന്നപ്പോൾ അതിൻ്റെ ഒരു വിജയം കൂടിയായിട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഒരു സാധാരണ സിനിമയുടെ വിജയം മാത്രമല്ല, ശ്വാസികയ്ക്കും എനിക്കും ഈ ആ സിനിമ കണ്ട പ്രേക്ഷകർക്കും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഒക്കെ സ്വയം ഒന്ന് സെൽഫ് അസസ്മെന്റിന് നടന്നു. അങ്ങനെയൊക്കെ വളരെ അപൂർവമായിട്ട് സിനിമകൾ ഉണ്ടാവാറുള്ളൂ. നമുക്ക് സെൽഫ് അസസ് ചെയ്യാനായിട്ട്. ശ്രീകാന്ത് ഏട്ടന്റെ വോയിസ് ആണ് ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് ഞാൻ ഏതോ ഇന്റർവ്യൂവിൽ കേട്ടിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണല്ലോ ഈ വോയിസ്. അത് കണ്ടിട്ടാണോ പ്രണയത്തിലായത്? പറയാം അല്ലേ, ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് ആണ്. അത് ശരിയാണ്. പല കാരണങ്ങളിൽ സംഗീത ചോദ്യം കേട്ടില്ല, ആ ഒരു ഭാഗം കേട്ടില്ല. അതായത് ആ വോയിസ് കേട്ടിട്ടാണോ പ്രണയിച്ചത്? പല കാരണങ്ങളിൽ ഒരു കാരണം അതായിരിക്കാം. ആയിരിക്കാം. ആണോ? നിങ്ങൾ എവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നത് ആദ്യം? പറഞ്ഞോളൂ. ഇതുപോലൊരു ചാനലിൽ ഒരു മ്യൂസിക് റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് വരുമ്പോഴാണ് സംഗീത കാണുന്നത്. കണ്ടു, പാർട്ടിസിപ്പന്റ് ആയിട്ട് വന്നു, ഞങ്ങൾ സംസാരിച്ചു. ചേട്ടൻ അവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്നു. ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരു പാർട്ടിസിപ്പന്റിനോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം. സതീഷ അല്ലേ, അങ്ങനെയല്ലേ? ഇവിടെ ഉണ്ട് ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസർ. അതെ, സതീഷേട്ടാ ശരിയല്ലേന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ സതീഷേട്ടാ മിണ്ടുന്നില്ല. കാരണം മിണ്ടിയിട്ട് കാര്യമില്ല, കുട്ടി മിണ്ടുന്നില്ല. സതീഷന്റെ കല്യാണം കഴിഞ്ഞു. ഇതൊരു മാജിക് അല്ലേ നമുക്ക്. ഇതൊരു പിന്നെ വേറെന്നുള്ളത്, അതിന്റെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി. പിന്നെ നമ്മുടെ ഒരു ഫാമിലി സ്വഭാവമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ വളരെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയാനുള്ള സ്പേസ് എനിക്കുണ്ട്, സംഗീതിക്കുണ്ട്. അതപ്പോൾ അത് അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ഈ പറയുന്ന പോലെ ഭയങ്കര ഇക്കിളിപ്പെടുത്തുന്ന അതോ അല്ലെങ്കിൽ പ്രണയം തോന്നൽ എന്നൊക്കെ പറയണത് ഏതോ ഒരു അൺനോൺ റീസൺ അല്ലേ അതിനുള്ള ഒരു കാരണം. അതിനുള്ള റീസൺ കണ്ടുപിടിക്കുന്നത് പോലും കണ്ടുപിടിച്ചാ പിന്നെ തീർന്നു അല്ലേ? അങ്ങനെ ഞാൻ പിന്നെ വേറെന്നുള്ളത്, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എത്ര ഗൗരവമുള്ള കാര്യങ്ങൾ, ഗൗരവം എന്നത് അപേക്ഷിക്കുകയാണ്. അപ്പം ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുന്നൊരു കാര്യം ശ്വാസിക്കോ കേൾവിക്കാർക്കോ ഗൗരവമായിട്ട് തോന്നിക്കൊള്ളുന്നത്. ഞാൻ ആ ഒരു ആനുകൂല്യം അവിടെ വച്ചുകൊണ്ട് തന്നെ പറയാണ്, നമ്മൾ മറ്റു പല കാര്യങ്ങൾ പറയുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ ആൾക്കാർക്ക് താല്പര്യം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഈ കഥ എങ്ങനെ പറയും. ഇപ്പോൾ
മറ്റത് കഥയായിട്ട് ഇത് പിന്നീട് പറയേണ്ടി വരും എന്ന് നമ്മൾ സ്വപ്നത്തിൽ ജീവിതം. അപ്പൊ അത് ഒരു സുഹൃത്ത് ബന്ധമാണെങ്കിൽ എനിക്ക് പറയാം ശ്വാസികൻ എനിക്ക് എന്തുകൊണ്ട് ഇഷ്ടമായി എന്നുള്ള എനിക്ക് കൃത്യമായി ഡിഫൈൻ ചെയ്ത് പറയാം. പക്ഷെ പ്രണയം എന്തുകൊണ്ട് തോന്നിയെന്ന് ചോദിച്ചാൽ അത് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. തന്നെയല്ല, ഇപ്പം വളരെ പേഴ്സണൽ ആണല്ലോ ഈ ഒരു ഫീൽ. അപ്പോൾ നമുക്കതിനെ ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന ഒന്നാണെന്ന് വരെ പറഞ്ഞാൽ പിന്നെ അടുത്ത പോയിന്റിലേക്ക് ഇല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെയൊക്കെ സംഭവിച്ചു. അങ്ങനെ ഇപ്പൊ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു. മാധവന്റെ വിശേഷങ്ങൾ പറയൂ. മാധവൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഏത് ക്ലാസ്സിലാ? അവൻ 8ാം ക്ലാസ്സിലാണ്, ഭവൻസിലാണ്, എറണാകുളത്താണ് പഠിക്കണേ. പിന്നെ അവന്റെ ഇൻട്രസ്റ്റുകൾ എന്താ വെച്ചാല് ശ്രീധരൻ പറഞ്ഞോളൂ. നമ്മുടെ സിനിമകള് ഈ മത്ത നട്ടാ കുമ്പളം മുളയ്ക്കുമെന്ന് ചോദിക്കില്ല. അപ്പൊ അതാണ് അവസ്ഥ. അതെ, ചിലപ്പോ ഒരു പാട്ടുകാരനാവാൻ, ചിലപ്പോ ബിഹൈൻഡ് ക്യാമറ ആയിരിക്കും, ചിലപ്പോ നടനായിരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. അവരെങ്ങനെ പോകും. അപ്പോൾ ചേച്ചിയുടെ ആദ്യത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് ആണോ അതോ പ്ലേ ബാക്ക് എക്സ്പീരിയൻസ് ആണോ? എന്താണ് മനസ്സിൽ പെട്ടെന്ന് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർമ്മ? റിയാലിറ്റി ഷോയിലെ എക്സ്പീരിയൻസ് ആണോ? റിയാലിറ്റി ഞാൻ ആദ്യം സ്റ്റേജിൽ തന്നെയാണ് എൻ്റെ ആദ്യം എന്താ പറയുക, കുഞ്ഞുനാൾ മുതൽ ഗാനമേളകൾക്കും ഒക്കെ പാടി തന്നെ വന്നിരിക്കുന്ന ഒരു ഗായികയാണ്. അതിനുശേഷമാണ് ഈ റിയാലിറ്റി ഷോസ് ഒരുപാട് ഹിന്ദിയിലെ ഒരു വളരെ ലീഡിങ് ആയിട്ടുള്ളൊരു റിയാലിറ്റി ഷോയിൽ മെഗാ ഫൈനലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെൻ്റെ മ്യൂസിക്കൽ കരിയറിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ആ ഒരു. പിന്നെ അതിനുശേഷം ഒരുപാട് ഈ മ്യൂസിക്കൽ പ്രോഗ്രാംസ് ആങ്കർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഫീൽഡിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ എന്നിലെ ഒരു സിംഗറിനെ ഇവോൾവ് ചെയ്യാൻ ഒരുപാട് സഹായിച്ചു. അതിനൊക്കെ ശേഷം മാരേജും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സിനിമയിൽ പാടുന്നത്. അതൊക്കെ എത്രയോ വിദൂരമായൊരു സ്വപ്നമായിരുന്നു എന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുകയാണ്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ഫിലിം സോങ് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് ഛോട്ടാ മുംബൈ എന്ന ഫിലിമിലാണ്. അതെ, ശ്രീകാന്തേട്ടനാണ് എനിക്ക് തോന്നുന്നു എന്നെക്കാളും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത്. അതൊരു വലിയ കഥയാണ്. എന്താണ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മള്. എന്നാലും രാഹുൽ രാജ് മ്യൂസിക് ഡയറക്ടർ, മലയാളം കണ്ട ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള. അപ്പോൾ രാഹുൽ ഇപ്പം അറബിക്കടലിലെ സിംഹത്തിൻ്റെ കാറാറ് ചെയ്തിട്ടുള്ള രാഹുലാണ്. അപ്പം രാഹുലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എൻ്റെ ഒരു അനിയനും ഒക്കെയാണ്. പാട്ട് വരുമ്പം എൻ്റെ ഏട്ടനോ ഗുരുവോ ഒക്കെയാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ധാരാളം പ്രോജക്റ്റുകൾ, പരസ്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാഹുലിൻ്റെ ആദ്യത്തെ സിനിമ സംഗീത ആദ്യമായി സിനിമയിൽ പാടുന്നു. അതിന്റെ തലേന്ന് വലിയൊരു ബാനറാണ്. സോ രാഹുലേട്ടനും പ്രഷർ ഉണ്ട്. ബിക്കോസ് ഒരു ന്യൂ സിംഗറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള വലിയ പ്രഷർ തന്നെയാണ്. അതൊരു മ്യൂസിക് ഡയറക്ടർ ന്യൂ ആവുമ്പോൾ. അതെ, അമൃതയുടെ ടൈറ്റിൽ സോങ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളും അടുത്തുണ്ട്. അതിന്റെ റെക്കോർഡിങ്സും ഒരുപക്ഷെ ഏറ്റവും ആദ്യം ആ ടൈറ്റിൽ സോങ് കേട്ടവരിൽ ഒരാളായിരിക്കും ഞാനും. ഇൻട്രസ്റ്റിംഗ്ലി അമൃത ചാനലിന്റെ ഇപ്പോഴത്തെ ടൈറ്റിൽ സോങ് പാടിയിരിക്കുന്നത് ഞാനാണ്. അത് ശരി, അത് നമുക്ക് അറിയണ്ടായിരുന്നില്ല. ഈ പ്ലാറ്റ്ഫോമിൽ പറയണമെന്ന് തോന്നുന്നു. രാഹുലുമായിട്ട് വളരെയധികം പേഴ്സണലി കണക്റ്റഡ് ആണല്ലോ ഈ ഒരു അമൃത TV എന്ന പ്ലാറ്റ്ഫോം. അപ്പോൾ രാഹുലിൻ്റെ പാട്ടിലേക്ക് വന്നാൽ തലേന്ന് രാത്രിയിലും ഒരു പ്രോഗ്രാമുണ്ട്. കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലത്താണ് പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാം സംഗീതം നേരത്തെ പാടിയിട്ട് വരണം. അപ്പം സംഗീത പാടുന്നു. ഞാൻ എൻ്റെ ഉള്ള ടെൻഷൻ സംഗീതം കാണിച്ചാൽ ആ സ്റ്റേജിലെ പ്രോഗ്രാമും പ്രശ്നവും. പിന്നെ ഇവിടെ ഇങ്ങോട്ട് തിരിച്ച് രാത്രി തന്നെ എത്തണം, രാത്രി തന്നെ പഠിച്ച് പാടണം. ആദ്യത്തെ സംഗീതം മാത്രമല്ല, എസ്പെഷ്യലി രാഹുലിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വണ്ടി വാങ്ങി, എനിക്ക് ലേണേഴ്സ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാക്കി പറയണ്ടല്ലോ. ഏതാണ്ട് 65 കിലോമീറ്ററോളം ദൂരം 1 മണിക്കൂർ കൊണ്ട് ഞാൻ ഓടിച്ച് എത്തി. അതിനുശേഷമാണ് സംഗീത രാത്രി. അപ്പോൾ ഞാൻ ആ ഒരു യാത്ര ഇപ്പോഴും മറക്കാൻ പറ്റില്ല. തന്നെയല്ല, ഒരു സാധാരണ ട്രാവലാണെങ്കിൽ നമുക്കത് പ്രശ്നമല്ല. ഇത് അവിടെ എത്തണം. തന്നെയല്ല, പിറ്റേന്ന് നടക്കാൻ പോകുന്നത് ഞങ്ങളുടെ 2 പേരുടെയും അല്ലെങ്കിൽ ഞങ്ങളുടെ 3 പേരുടെയും ജീവിതത്തിൽ വലിയൊരു സംഭവമാണ്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഒരുപക്ഷെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാവാം വലിയ കുഴപ്പമൊന്നും കൂടാതെ നമ്മൾ എറണാകുളത്തേക്ക് തരുന്നെത്തി. നല്ല രസമുള്ളൊരു കഥയായിരുന്നത്. എന്നിട്ട് പാട്ട് പാടി ഒറ്റ ടേക്കിൽ ആ സമയത്ത് മണിക്കൂർ കൊണ്ട് തീർക്കണം. തലേന്ന് രാത്രി തന്നെ എന്നെ 3 മണിക്കൂറോളം പഠിപ്പിച്ച് 3 മണിക്കൂറോളം പാടി പ്രാക്ടീസ് ചെയ്ത് അരമണിക്കൂർ കൊണ്ട് ടേക്സ് ഒന്നുമില്ല. നമ്മൾ ജിങ്കിളുകൾ പാടുന്ന പോലെയല്ല. ഇത് പ്രൊഡ്യൂസർ അടക്കം അവിടെ ഉണ്ട്, സ്റ്റുഡിയോയിലുണ്ട്, ഡയറക്ടറും. അപ്പം നമുക്ക് സമയമൊന്നും എടുക്കാൻ പറ്റില്ല. അരമണിക്കൂർ കൊണ്ട് തകർത്താൽ പാട്ട് സ്വന്തമായി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത പ്ലേ ബാക്ക് സിംഗറിനെ വിളിക്കും എന്നൊക്കെയുള്ള അവസ്ഥയെ. ആ പാട്ട് നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. സിനിമയിൽ ആ പാട്ടില്ല, ആ പാട്ട് നല്ലപോലെ ശ്രദ്ധിക്കപ്പെട്ടു. നമുക്ക് എന്തായാലും ആ പാട്ടൊന്ന് കേട്ട് കളയാം. ശരി, ഓക്കെ. പൂനിലാമഴ നനയും പാതിരാക്കുയിലുകളെ തേനിളം മുരളിയുമായി പോരുമോ ഇതുവഴിയേ നാളേറെ ആയുള്ള
ചേച്ചിക്ക് ഈ പാട്ടല്ലാതെ വേറെ എന്തൊക്കെയാണ് ഹോബീസ്? എഴുതുവോ? അത് ഇതേപോലെ എന്തെങ്കിലും ക്യാമറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടോ? അതോ പാട്ട് തന്നെയാണോ? പാട്ടാണ് മെയിൻ ആയിട്ട് എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ജോലി പാട്ട് തന്നെ. സ്വന്തമായിട്ട് അതായത് ഇനിയിപ്പം എനിക്ക് പാട്ടിന്റെ കരിയറിൽ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഡ്രീംസ്? ഒരു ഇൻസ്ട്രുമെന്റ് ലേൺ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. കാരണം അത് ആസ് എ മ്യൂസീഷ്യൻ, ആസ് എ വോക്കലിസ്റ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഒരു ഇൻസ്ട്രുമെന്റ് അറിയാന്നുള്ളത്. അതെ, നേരത്തെ പറഞ്ഞ പോലെ ടെക്നിക്കാലിറ്റി അറിഞ്ഞാൽ ഗുണം ചെയ്യും എന്ന് പറയുന്ന പോലെ. സൗണ്ട് പ്രൊഡക്ഷൻ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതൊക്കെ നമ്മൾ ആസ് എ സിംഗർ ഒരുപാട് അതിനൊരു പ്ലാറ്റ്ഫോം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം താമസിയാതെ തുടങ്ങണം. അത് ശരി. അപ്പൊ അതിനൊരു റെഡ് കാർപ്പറ്റ്. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു ഗെയിമിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഗെയിമാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പോകുമ്പോൾ പറഞ്ഞുതരാം. ആദ്യം നമുക്ക് സംഗീത ചേച്ചി തന്നെ ഗെയിം കളിച്ചു തുടങ്ങട്ടെ. അതായത് ഞാനിപ്പം ഇപ്പോൾ എക്സാമ്പിള് സായിൽ തുടങ്ങുന്ന 5 സിനിമകൾ അല്ലെങ്കിൽ 5 പാട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ 5 ഉത്തരം വെച്ചിട്ട് പറയണം. അപ്പൊ ആദ്യത്തെ ചോദ്യം, ന എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന 5 മമ്മൂട്ടി ചിത്രങ്ങൾ. നായർ സാബ്, ന്യൂ ഡൽഹി. ഓക്കെ. മമ്മൂക്ക അതായത് നായകൻ തന്നെ അങ്ങനെയല്ല, ചിലപ്പോ ക്യാരക്ടർ റോൾസിലൊക്കെ. നരസിംഹ. അടിപൊളി. പിന്നെ സമയം തീരും. ഞാൻ അടുത്ത സമയമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയാം. ടിക് ടിക് 1. അയ്യോ, ടിക് ടിക് പറയരുത് പ്ലീസ്. നിറക്കൂട്ട്. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി പറയണം, വേഗം പറയണം. 5 4 3 2 1. തോറ്റു. നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്ന വേറൊരു സിനിമയും കൂടെ ഉണ്ട്, നയം വ്യക്തമാക്കുക. അപ്പൊ പക്ഷെ കുഴപ്പമില്ല, 4 എണ്ണം അടിപൊളിയായിട്ട് പറഞ്ഞു. ഇനി അടുത്ത് ശ്രീകാന്ത് ഏട്ടനാണ്. വാഹനങ്ങളുടെ പേര് വരുന്ന 5 സിനിമ. സൈക്കിൾ, വിമാനം. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ സംഭവം സൂപ്പറാവും. ഏയോട്ടോ. അടിപൊളി. ഓക്കെ, ഇനി അടുത്തത് ചേച്ചി. സ്ത്രീകളുടെ പേര് വരുന്ന 5 സിനിമകൾ. സ്ത്രീകളുടെ പേര് അയ്യോ എന്താ? ചിന്താവിഷ്ടയായ ശ്യാമള. ശ്യാമ പഴയ സിനിമ, നദിയ മൊയ്തു. ഓക്കെ, ശ്യാമ. പിന്നെ പെട്ടെന്ന് ആലോചിക്കുമ്പോ കിട്ടുന്നില്ല. ലീല. അടിപൊളി. പിന്നെ ഇനി കാവ്യമാധവന്റെ സിനിമകൾ 2 എണ്ണം. ഗദാമ. അല്ല, ഗദാമ പേരല്ലോ. കാവ്യയുടെ ടിക് ടിക് തുടങ്ങട്ടെ. അത് വേണ്ട, പ്ലീസ്. ചേട്ടന് എന്താ ചാരു? പ്രിയാമണി അഭിനയിച്ച ചാരു ലതയോ? അല്ല, ചാരു പ്രിയാമണി. ഉണ്ട്. ചാരുലത. ഡബിൾ റോൾ. വീണ്ടും 4ലാണ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. സമയം 5 4. എന്താ റസിയ? സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം. ഞാൻ പറഞ്ഞതറിയോ? ഗൗരി ശങ്കർ. പിന്നെ നാദിയ കൊലപ്പെട്ട രാത്രി. പിന്നെ മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. എന്റെ അമ്മു നിന്റെ ചക്ക. അല്ല, ചക്കി. അതൊക്കെ ഉണ്ടായിരുന്നു. ഇനി അടുത്തത് ചേട്ടനാണ്. അതായത് മൃഗങ്ങളുടെ പേര് വരുന്ന 5 സിനിമകൾ. പുലിമുരുകൻ. അടിപൊളി. പിന്നെ ഞാൻ പറഞ്ഞു സ്നേഹമുള്ള സിംഹം. പൂച്ചയ്ക്കൊരു മുക്കുത്തി. മിണ്ടാപ്പൂച്ച കല ഉടക്കും. ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച. ഞാൻ എഴുതി വെച്ചത് കസ്തൂരിമാൻ, പിന്നെ പായും പുലി, ആട്, അങ്ങനെയൊക്കെ. ശരി, ഇനി അടുത്തത് വീണ്ടും ചേച്ചിയാണ്. ഇംഗ്ലീഷ് പേരുകൾ വരുന്ന 5 മൂവീസ്. എബി. പിന്നെ ദ കാർ. ദ ട്രെയിൻ. ടൈം. അഗൈൻ ഞാൻ തന്നെ പാടിയ പാട്ടുള്ള സിനിമ. പിന്നെ ടൈം. പിന്നെ ക്രോണിക് ബാച്ചിലർ. കിടിലൻ. ഇനി അടുത്ത വീണ്ടും ചേട്ടൻ. മായിൽ തുടങ്ങുന്ന 5 മോഹൻലാൽ സിനിമകൾ വേണം. മനുവങ്കിൾ, മിഥുനം, ശോഭനയ്ക്ക് ചേച്ചി സഹായിക്കരുത്, പണിഷ്മെന്റ് ഉണ്ട്. 3 എണ്ണമായി. ഇനി നമുക്ക് 2 എണ്ണം കൂടി വേണം. പെട്ടെന്ന് ഓർമ്മ വരുന്നതാണ്. മരക്കാർ.
പക്ഷെ അത് പറ്റില്ല, അത് പറ്റില്ല. അറബിക്കടലിന്റെ അറബിക്കടലിലെ മരക്കാർ അറബിക്കടലിലെ സിംഹം എന്നാണ്. ഓ ആ എന്നാ ഓക്കെ ശരി. മരക്കാർ എന്നാണ് സിനിമയുടെ പേര്. ഇനിയുണ്ട് നമ്മുടെ ഒരു ഹെൽപ്പ് ചെയ്യട്ടെ. ഒരു ഫ്രൂട്ടിനെ വെച്ചിട്ടൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. 5 4 3 2 മാജിക്കിന്റെ മല 1 0. ടൈം ഔട്ട്. മാന്ത്രികം. മാന്ത്രികം. ഓ, ഞാൻ 0 പറയാൻ വേണ്ടി കാത്തിരിക്കരുത്. മാന്ത്രികം, മിന്നാരം. മിന്നാരം, മാമ്പഴക്കാലാണ് ഞാൻ ആ ഉദ്ദേശിച്ചത്. അതാണ്. സാരില്ല പോട്ടെ. മഞ്ഞൾ വിരിഞ്ഞ പൂക്കള്. അയ്യോ പെട്ടെന്നാവുമ്പോ ഓർമ്മ വരുന്നില്ല. ചേച്ചിയാണേ, വ്യക്തികളുടെ പേര് വരുന്ന 5 സിനിമകള്. അതായത് ആണ പെണ്ണ അങ്ങനെ വ്യക്തികളുടെ പേര്. വ്യക്തികളുടെ പേര് മനു അങ്കിൾ. മനു അങ്കിൾ നമുക്ക് പറഞ്ഞില്ലേ? പറഞ്ഞു. കുഴപ്പമില്ല, അങ്ങനെ കുഴപ്പമില്ല. മനു അങ്കിൾ, പിന്നെ മീശ മാധവൻ. മീശ മാധവൻ. ഞാൻ സൽപ്പേരി രാമൻകുട്ടി. ഓഹോ, പിന്നെ സദാനന്ദന്റെ സമയം. അടിപൊളി. പിന്നെ ഞാൻ പറയാം പഴശ്ശിരാജ. വ്യക്തിയുടെ പേരാണ്. അതെ അതെ അതെ. ശരി, 5 എണ്ണമായി. ഇനി അടുത്തത് ചേട്ടനെയാണ്. നമ്മുടെ ഏകദേശം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചേട്ടന് വേണ്ടിയിട്ട്. സ്ഥലങ്ങളുടെ പേര് വരുന്ന 5 മലയാള സിനിമകൾ. മുത്താരം കുന്നു പീവോ, 10ാം വളവ്. റിലീസ് ആവുന്നേ ഉള്ളൂ. എന്റെ പടം. ശ്വാസിക അതൊരു സ്ഥലമുണ്ട് ഇടുക്കി ഭാഗത്ത്. തട്ടാശ്ശേരി സ്ഥലം, തട്ടാശ്ശേരിക്കൂട്ടം. റിലീസ് ആവാൻ പോകുന്ന സിനിമയാണ് ചേട്ടാ. റിലീസ് ആവാൻ പോണ പടത്തിന്റെ പേര്. റിലീസ് ആയ പടമേ ഇവിടെ ഞങ്ങൾ എടുക്കും. അങ്ങനെയെങ്കിൽ ഞാൻ മുത്താരം കുന്നു പീവോ പറഞ്ഞു. പിന്നെ 10ാം വളവ് വേണമെങ്കിൽ എടുക്കാം. എന്റെ അല്ലേ, എടുക്കാം. അടുത്തത് മമ്മൂക്കയുടെ സൂപ്പർ പടമുണ്ട്. മലപ്പുറം മലപ്പുറം ഹാജി മഹാനായ. ഞാൻ പാലക്കാരൻ. 5 4 3 തൃശ്ശൂർ പൂരം. ചേച്ചി ഇങ്ങനെ കുറെ സഹായിച്ചല്ലോ. അപ്പൊ ചേച്ചിക്ക് ഒരു ചോദ്യം കൂടി ചോദിക്കാൻ ഞാൻ. അതായത് പണിഷ്മെന്റ്. ആയിൽ തുടങ്ങുന്ന അടുക്കളയിൽ ഉപയോഗിക്കുന്ന 5 സാധനങ്ങൾ. യൂട്ടൻസിൽസ് ആണോ ഭക്ഷണ സാധനങ്ങളാണോ? ഭക്ഷണ സാധനങ്ങളാണ് പെട്ടെന്ന് പറയും. ഭക്ഷണമല്ല. എന്താ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. നമ്മൾ അപ്പക്കാരം. അപ്പച്ചട്ടി. അപ്പക്കാരും അപ്പച്ചട്ടി ഒന്നല്ലേ? സംഗീത, ട്രോളിനുള്ളത് നീ തന്നെ ഇവിടെ ഇരുന്ന് ഉണ്ടാക്കരുത്. മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പക്കാരും ഒക്കെ അതൊന്ന് മെയിൻ ആയിട്ടൊരു സാധനം വേണം അടുക്കളയില്. എന്നാലാണ് അടുക്കളയിൽ എന്താ ഉണ്ടാവുക? അടുപ്പ്. പിന്നെ വേറൊരു സാധനം ഉണ്ട്. അതായത് പണ്ടുള്ള ആൾക്കാർ അതൊക്കെ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. അമ്മിക്കല്ല്. അപ്പൊ അത് കഴിഞ്ഞ അടുത്ത് പറയാലോ. അമ്മിക്കല്ല്, ആട്ടുകല്ല്. ഇനി ഒരെണ്ണം കൂടി പറഞ്ഞ. ഇതൊന്നും നമ്മളിപ്പോ ഉപയോഗിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ്. നേരത്തെ അടുപ്പ് എന്ന് പറഞ്ഞില്ല, അടുപ്പ്. അതിനോട് സാമ്യമായിട്ട് ഒരു സാധനം അടുക്കളയിൽ എപ്പോഴും എല്ലാത്തിനും ഉണ്ടാവും. മുറ്റത്തെ ചെപ്പിന് എന്തില്ല? അടപ്പ്. അടപ്പ് വേണ്ടേ പാത്രങ്ങൾക്കൊക്കെ? പിന്നെ അരിപ്പ. അയ്യോ ചേട്ടാ, ഇത് ചെയ്യും നമ്മളല്ലേ. ഉപയോഗിക്കാത്തതുകൊണ്ടേ. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ അതിഗംഭീരമായിട്ട് ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. 2 പേരും നന്നായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ 2 പേർക്കും സമ്മാനം തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ കന
courtesy for Swastika. Collections of Indira. Jewelry courtesy for Swastika. White Pole, Kasaragod.